കടുത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ പരാതിക്കാർ ദിയ കൃഷ്ണയ്ക്കും അച്ഛൻ കൃഷ്ണകുമാറിനുമെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിർബന്ധിച്ച് ചെക്കുകളിൽ ഒപ്പിടിപ്പിച്ചു, മണിക്കൂറുകളോളം മുറിയിൽ പൂട്ടിയിട്ടു, പോലീസ് ഉദ്യോഗസ്ഥനെന്ന പേരിൽ ഒരാൾ തങ്ങളെ ഭീഷണിപ്പെടുത്തി, നികുതി കാരണമാണ് മറ്റൊരു അക്കൗണ്ടിലേക്ക്, തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ദിയ പണം കൈമാറാൻ പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവർക്കെതിരെ പരാതിക്കാർ ഉന്നയിക്കുന്നത്. പരാതിക്കാരിയുടെ ഭർത്താവിനെ കൃഷ്ണകുമാർ ഭീഷണിപ്പെടുത്തി എന്ന തരത്തിലും അവർ ആരോപണം ഉന്നയിച്ചു. അതിന്റെ ഓഡിയോ സന്ദേശവും പരാതിക്കാർ കേൾപ്പിക്കുകയായിരുന്നു. ഇത്രയും 69 ലക്ഷം രൂപയോളം കാണാതായിട്ടുണ്ട് എന്നായിരുന്നു ദിയ കൃഷ്ണയുടെ പരാതി. എന്നാൽ അത്ര പണമൊന്നും തങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ല എന്നും പരാതിക്കാർ പറയുന്നു. BJP നേതാവ് G കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ്. മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കേസ്. ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചെന്നും FIR-ലുണ്ട്. കേസിൽ ദിയ കൃഷ്ണയും പ്രതിയാണ്. സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപ കവർന്നതിന് വനിതാ ജീവനക്കാർക്കെതിരെയും കേസെടുത്തു. തങ്ങൾക്കെതിരായ പരാതി വ്യാജമാണെന്നും നീതി ലഭിക്കുമെന്നുമാണ് പ്രതീക്ഷയെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു. നമുക്ക് കേൾക്കാം. മകളുടെ സ്ഥാപനം, അവിടെ നിന്ന് അവിടുത്തെ ജീവനക്കാർ 3 പേര് ചേർന്ന് കഴിഞ്ഞൊരു 9 മാസമായിട്ടാണ് തോന്നുന്നു ഉദ്ദേശം 69 ലക്ഷം രൂപയാണ് കണക്കിലൂടെ മാത്രം, ഇതിൽ ക്യാഷ് മറ്റൊന്നും പെടുന്നില്ല, ഇത് കൊണ്ടുപോയിരിക്കുന്നത്. എല്ലാവിധ തെളിവുകളും സഹിതമാണ് നമ്മൾ പോലീസിൽ കൊടുത്തിരിക്കുന്നത്. ഇവരൊരു വീഡിയോ അയച്ചു തരട്ടെ, ഇവരെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് അവിടെ നിന്ന് കയറ്റുന്നതോ അല്ലെങ്കിൽ കാറിൽ നിന്ന് ഇറക്കി കെട്ടിക്കൊണ്ടിരുന്നതോ അല്ലെങ്കിൽ കെട്ടിയിട്ട് ഇടിക്കുന്നതോ എന്തെങ്കിലും ഒരു സാധനം വീഡിയോ ഇവർ ഇറക്കട്ടെ. കാരണം ഇല്ലാത്ത കാര്യം എങ്ങനെ കൊണ്ടുവരും? നേരത്തെ കൃഷ്ണകുമാർ പ്രതികരിച്ചതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ജീവനക്കാർക്കെതിരെയായിരുന്നു കൃഷ്ണകുമാറും ദിയയും പരാതി ഉന്നയിച്ചത്. ഇപ്പോൾ ഗോപാൽ ചനൽ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളായി. ഗോപാൽ, നമ്മൾ കൃഷ്ണകുമാറിന്റെ വാക്കുകൾ കേട്ടുകഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ പരാതിക്കാരുടെ വാർത്താ സമ്മേളനം കേട്ടുകഴിഞ്ഞാൽ തെളിവുകൾ എവിടെയെന്നാണ് അവർ ചോദിക്കുന്നത്. മാത്രമല്ല, ആദ്യം പരാതി കൊടുത്തത് തങ്ങളാണ്, കേസെടുത്തതും തങ്ങളുടെ പരാതിയിലാണ് എന്നല്ലേ അവർ പറയുന്നത്. എന്തൊക്കെ ആരോപണങ്ങൾ പരാതിക്കാർ ഉന്നയിക്കുന്നു? പരാതിക്കാർ ഗുരുതരമായ ആരോപണങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതായത് തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും ജാതീയമായി അധിക്ഷേപിച്ചുവെന്നും പണം ബലമായി പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചുവെന്നും അടക്കമുള്ള വലിയ ആരോപണങ്ങളൊക്കെയാണ് ഇവർ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ പണം അക്കൗണ്ടിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദിയ കൃഷ്ണ, അതായത് ഈ സ്ഥാപനം നടന്ന ദിയ കൃഷ്ണ തന്നെയാണ് ഇത്തരത്തിൽ സ്വന്തം അക്കൗണ്ടിൽ പണം വാങ്ങിയാൽ മതി എന്ന് ഈ ജീവനക്കാരോട് പറഞ്ഞത് എന്നിവർ പറയുന്നു. കാരണം ആ ദിയയുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് എന്നും അതുകൊണ്ട് തന്നെ സ്വന്തം അക്കൗണ്ടിൽ പണം വാങ്ങിക്കോളൂ എന്നും ഈ ദിയ കൃഷ്ണ തന്നെ ജീവനക്കാരോട് പറഞ്ഞു എന്നതാണ് ഇവർ പറയുന്നത്. പലപ്പോഴും ദിയ ഷോപ്പിൽ വരാറുണ്ടായിരുന്നില്ല. അടിച്ചമർത്തുന്ന തരത്തിലേക്കുള്ള സമീപനമായിരുന്നു ഈ ഉടമസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. പലപ്പോഴും ഓവർ ടൈം ഡ്യൂട്ടി എടുക്കാനും അതിനോടൊപ്പം തന്നെ കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ ജോലി എടുക്കാനും ഒക്കെ ഇവർ നിർബന്ധിക്കുന്ന, സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നുവെന്ന് ഈ പരാതിക്കാരായിട്ടുള്ള യുവതികൾ പറയുന്നു. ഇപ്പോൾ കൃഷ്ണകുമാർ പറയുന്നത് സംബന്ധിച്ച ഭീഷണിപ്പെടുത്തി കുറ്റം സമ്മതിപ്പിക്കുന്ന വീഡിയോ, അത് ഭീഷണിപ്പെടുത്തിയാണ് ഇവർ കുറ്റം സമ്മതിപ്പിച്ചതെന്നും 5 ലക്ഷം രൂപ പണം നൽകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടതായും ഈ യുവതികൾ പറയുന്നു. അതോടൊപ്പം തന്നെ തങ്ങളാണ് ആദ്യം പരാതി നൽകിയത്, അതിന്മേലാണ് കേസെടുത്തതും തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയതും ഭീഷണിപ്പെടുത്തിയെന്നും തട്ടിക്കൊണ്ടുപോയി എന്നും അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇത്തരത്തിൽ പരാതി നൽകിയത്. ആ പരാതി നൽകിയപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വലിയ തോതിലേക്കുള്ള വീഴ്ച ഉണ്ടായി എന്ന് ഇവർ പറയുന്നുണ്ട്. കാരണം ഈ പരാതി നൽകിയപ്പോൾ തന്നെ ഇത്തരത്തിൽ മൊഴി ഇങ്ങനെ നൽകേണ്ടതുണ്ടോ, അതായത് തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ മൊഴി നൽകേണ്ടതുണ്ടോ, കൂട്ടിക്കൊണ്ടുപോയി എന്നോ അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞാൽ പോരെ എന്നതാണ് പോലീസ് ഇവർ